നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന ശിമെയോന്റെ പ്രവചനം പോലെ സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം. ഉണ്ണിയായ യേശുവിനെ കയ്യിലെടുത്തപ്പോഴും താലോലിക്കുമ്പോഴും നാളെ തൻ്റെ മകൻ കടന്നു പോകാനിരിക്കുന്ന പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവളെ വേദനിപ്പിച്ചിരുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥിച്ചു ലഭിച്ച മകന്റെ വേർപാടിലും വിശ്വാസത്തിൽ തളരാതെ ദൈവിക പദ്ധതിക്കായി തങ്ങളെ ഒരുക്കിയ ഒരു കുടുംബത്തിന്റെ അനുഭവ സാക്ഷ്യം. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ചോദിക്കുമായിരുന്നു, വിശേഷമായില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ബോധർ ചെയ്യാറില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മളിങ്ങനെ എപ്പോഴും കേൾക്കുകയാണല്ലോ വിശേഷമായില്ലേ എന്ന്. ഷെബിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഇല്ല, തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ എപ്പോഴും പോകും വഴിയിലും എല്ലാ വഴിയിലും എല്ലാവരും എന്നോട് അങ്ങനെ എന്നെ ചോദിക്കുക, വിശേഷമായില്ലേ, ഹസ്ബൻഡിനോട് നാട്ടിൽ വന്ന് നിൽക്കാൻ പറയുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ, കുട്ടികളായില്ലേന്ന് എല്ലാവരും ചോദിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ടാണ് ആൾ പിന്നെ നാട്ടിലേക്ക് വന്നു. 2nd ഇയർ ആയപ്പോഴും പിന്നെ ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയില്ല. സത്യത്തിൽ ആ 2 വർഷം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കുട്ടികളാവുന്നില്ല. ആദ്യമൊക്കെ ഞങ്ങൾ കരുതി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാത്തത് കൊണ്ടായിരിക്കും എന്നാണ്. ആ 2 years ഞങ്ങൾ അങ്ങനെ കരുതി. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടൊന്നുമല്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെ കുട്ടികൾ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ തോന്നി. നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മെഡിസിൻ ഉള്ളതിനപ്പുറത്ത് പ്രാർത്ഥനയും നിങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ് വലുതെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ യൂഷ്വലി ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഡോക്ടർ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ശക്തമായി പ്രാർത്ഥിച്ചിട്ടുള്ളത് ഷൈബിൻ ചേട്ടനാണ്. 2011 മാർച്ച് 25 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറഞ്ഞു, അടുത്ത മാസം നോക്കിക്കോ, നമുക്ക് കുഞ്ഞിനെ ദൈവം തരും, നീ നോക്കിക്കോ, നീ കൺസീവ് ചെയ്യും ആളിങ്ങനെ പറഞ്ഞു. അത് ഞാൻ എന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവ് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ അത്ര കാര്യമായിട്ടൊന്നും അത് എടുത്തില്ല. പക്ഷേ ഏപ്രിലിൽ എൻ്റെ അപ്പച്ചൻ മരിച്ചു. ഞങ്ങൾ ബോംബെക്ക് പോയി. അപ്പച്ചൻ്റെ ഫ്യൂണറലും എല്ലാം അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ തല കറങ്ങി വീഴുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. 11/11/11 ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ജോലിയും കുട്ടിയോട് ഉണ്ടാവാണ്ടായപ്പോൾ ഞാൻ തൃശ്ശൂരിലേക്ക് മാറ്റം മേടിച്ചിട്ട് വന്ന സമയത്താണ് ഇങ്ങനെ ഒരു 5 സമയത്താണ് വൈഫ് വിളിച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിന് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് വന്ന് ഞങ്ങൾ ഗുരുവായൂരൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർ ഡോക്ടർ പറഞ്ഞു, നിങ്ങളിപ്പോൾ തന്നെ കൊണ്ടക്കോട് കൂടെ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ജുബിലി മിഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അതുവരെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്ന കാര്യം വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് സമയമെടുത്തിട്ടുമാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നത്. ദൈവം ഞങ്ങളെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞങ്ങൾ അവിടെ പോയത്. അങ്ങനെ രാത്രി ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു, അവൻ്റെ ഹാർട്ട് ബീറ്റ്സ് കുറഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. എമർജൻസി സിസേറിയൻ പോസ്റ്റ് ചെയ്ത് കുട്ടിയുടെ ഒന്നും പറയാൻ പറ്റില്ല, ഹാർട്ട് ബീറ്റ്സ് കിട്ടുന്നില്ല, ചിലപ്പോൾ അമൃതയിൽ കൊണ്ടുപോകേണ്ടി വരും. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു എൻ്റെ. ഒരുപാട് ഡോക്ടേഴ്സ് നിന്നിട്ടുള്ള ഒരു സിസേറിയൻ ആയിരുന്നു എൻ്റെ. പക്ഷേ കുട്ടീനെ അപ്പോഴൊന്നും എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞിനൊന്നും പറ്റില്ല എന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ ഓപ്പറേഷൻ മുമ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു കൊച്ചിൻ്റെ കരച്ചിലിൻ്റെ കാതിൽ ഞാൻ കേട്ട മാതിരി തോന്നി. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു കരയണ സൗണ്ട് കിട്ടില്ല വന്നു. അപ്പോൾ നമുക്ക് ആ കൊച്ചാവണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. കരച്ചിൽ പറ്റും അരമണിക്കൂർ ആകുമ്പോഴേക്കും എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു, കൊച്ചിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കാണിച്ചു. അങ്ങനെയാണ് എൻ്റെ മകൻ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. സമയത്ത് അവന് പുറത്തെടുത്ത് അവൻ്റെ കരച്ചിൽ കേട്ട ആ മൊമെൻറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവൻ ആ കരഞ്ഞ മൊമെൻറ്റിൽ ഞാൻ മനസ്സിലാക്കി അവനൊരു കുഴപ്പമില്ല, അവൻ എവിടെയും കൊണ്ടുപോകേണ്ടി വരില്ല. അവനൊരു നോർമൽ ബേബിയായിരുന്നു.
2,500 തൂക്കം ഉണ്ടായിരുന്നു. അവനൊരു ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടി വരികയും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കുട്ടി ആദ്യമായിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ച സെൻറ്റൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സായിപ്പിൻ്റെ കുട്ടി പോലെ ഉണ്ടല്ലോ, എന്ത് ഭംഗിയായി കുട്ടിയെ കാണാൻ ഡോക്ടറെ എന്ന് ഞാൻ ചോദിച്ചു. ഡോക്ടറും സായിപ്പിൻ്റെ അല്ല, മോളുടെ തന്നെ കുട്ടിയാണെന്ന്. അത്രയും ഭംഗിയുള്ള ഒരു മോനായിരുന്നു അവൻ. ഞാൻ എൻ്റെ മോനായതുകൊണ്ട് പറയില്ല, അത്രയും ഭംഗിയുള്ള മോൻ. അന്ന് പ്രാർത്ഥിച്ച് അവർ ജൂബിലിയിൽ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ജൂബിലി ബേബി എന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾഡ് കോയിൻ പോലത്തെ ഇത് നമ്മുടെ കയ്യിൽ തന്നത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു മോനാണ്. ഒരു 6 years വരെയൊക്കെ അവനൊരു നോർമൽ ചൈൽഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ രണ്ടാമത്തെ മകനെ കൺസീവ് ചെയ്ത സമയത്ത് ഞാൻ അവനെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യിച്ചു. പെട്ടെന്നൊരു കുട്ടി വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അമ്മയുടെ വയറ്റിൽ വാവയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പെണ്ണ് വാവ വേണ്ട, എനിക്ക് കളിക്കാനായിട്ട് എനിക്കൊരു ബോയ് ബേബി മതി. ഞാൻ പറഞ്ഞു, മോൻ പ്രാർത്ഥിച്ചാൽ മതി, ബോയ് ബേബി മതി എന്നുണ്ടെങ്കിൽ ബോയ് ബേബീനെ കിട്ടും, എൻ്റെ മോൻ പ്രാർത്ഥിച്ചാൽ മതി. അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് ഞാൻ അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? ഞാൻ പറഞ്ഞു, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മിടുക്കനായിട്ടുള്ള ഒരു ബോയ് ബേബി വേണമെന്ന് എൻ്റെ മോൻ പ്രാർത്ഥിക്കണം. ഡെയിലി എൻ്റെ മോൻ എൻ്റെ അടുത്തൊരു ഉണ്ണീഷോയുടെ ഫോട്ടോ ഉണ്ട്, അത് അവിടെ ചെന്ന് നിന്നിട്ട് എനിക്കൊരു ബോയ് ബേബി വേണം, എനിക്കൊരു ബോയ് ബേബി വേണം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അവൻ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആണ് രണ്ടാമത്തെ മകൻ ഉണ്ടായി. ആ ഒരു മൊമെൻ്റ് തൊട്ട് ഞാൻ അവനിൽ കുറേ ചേഞ്ചസ് കണ്ടിട്ടുണ്ട്. എൻ്റെ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ അമ്മ അവനെ അങ്ങനെ എടുക്കുന്നു അങ്ങനത്തെ ഒന്നും കാണിച്ചിട്ടില്ല. എൻ്റെ ഒപ്പം നിന്ന് ആ കുട്ടിയെ നോക്കാനും കുളിപ്പിക്കാനും അതൊക്കെ ഞാൻ അവനിൽ ശ്രദ്ധിച്ച് അങ്ങനെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്നാലും അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുമായിരിക്കാം. ആദ്യ കുർബാന സ്വീകരണത്തിന് മുമ്പൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന്. അവന് പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു, എനിക്കൊന്നുമില്ല. അങ്ങനെ ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ നമ്മൾ പേര് കൊടുത്ത് മാതാപിതാക്കളെ വിളിച്ചു. പക്ഷേ എനിക്ക് ജോലി സംബന്ധമായ കാരണങ്ങളാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. വൈഫ് പോയി. അപ്പോൾ വൈഫ് പോകാൻ പറഞ്ഞു, മലയാളത്തിലാണ് അമ്മ, എനിക്ക് പറ്റില്ല, മലയാളം ഭയങ്കര മോശമാണ്. ഞാൻ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ട്രെയിൻ ചെയ്യിച്ചിട്ടും അവനൊന്നും അറിയില്ല, എഴുതാനും അറിയില്ല. അവന് എഴുതുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. അവൻ്റെ മലയാളം ഒരു ടീച്ചറുടെ കുട്ടിയല്ലേ, ഇങ്ങനെ നിങ്ങൾ പഠിപ്പിക്കണില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരാറുണ്ട്. മലയാളം പരീക്ഷയുടെ തലേദിവസം ഞാനും അവനും തമ്മിലൂടെ യുദ്ധമാണ് നടക്കുക. അത്രയും നമ്മളിങ്ങനെ വരച്ച് പഠിക്കുക പറയില്ല, അങ്ങനെ പഠിച്ചിട്ട് ആ കുട്ടി മലയാളം പരീക്ഷയ്ക്ക് പോവുക. അപ്പോൾ ഇങ്ങനെ ഹോളി കമ്മ്യൂണിന് ചേർത്തേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിലുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ അതിന് ചേർക്കാം, ഇംഗ്ലീഷ് ബുക്ക് ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ അവനെ കൊണ്ട് ബുദ്ധിമുട്ടാവും. പക്ഷേ ഷൈബിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട, ചിലപ്പോൾ ഇതോട് കൂടിയിട്ട് ദൈവം അവന് മലയാളം ഒന്നും കൂടി ഈസി ആക്കിയാലോ, ഇത് പഠിക്കണമെന്ന് വെച്ചിട്ട് പഠിക്കുമ്പോൾ ദൈവത്തിനോട് അടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ മലയാളം ശരിയായാലോ. ഷൈബിൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല അവന് മലയാളത്തിലേക്ക് ആക്കാൻ. കാരണം ഞാനൊരുപാട് എഫേർട്ട് ഇടേണ്ടി വരും എന്നുള്ള എൻ്റെ മടി കൊണ്ടാണ്. കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ടമ്മ, 1 year കൂടെ കഴിഞ്ഞിട്ട് മതി, എനിക്ക് വയ്യ തല്ലുകൊള്ളാൻ, മലയാളം എനിക്ക് പഠിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, സാറില്ല അമ്മ, തല്ലില്ല, കുട്ടിക്ക് അറിയുന്ന പോലെ പഠിച്ചാൽ മതി, കുട്ടിക്ക് അറിയുന്ന പോലെ ചെയ്താൽ മതി. പക്ഷെ ആ ക്ലാസ്സിന് പോയി തുടങ്ങിയപ്പോൾ തൊട്ട് ആ കുട്ടിയിലുണ്ടായ ചേഞ്ചസ് ഞങ്ങൾ മാത്രമല്ല, നാട്ടിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ കുട്ടിയിലുണ്ടായ ചേഞ്ചസ് ഒരു പയ്യെ മലയാളം വായിക്കുകയല്ലായിരുന്നു. അവൻ ആ ബുക്ക് വായിക്കാൻ വേണ്ടി ബൈബിൾ എടുത്തു വെച്ചിട്ടാണ് എൻ്റെ കുട്ടി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെയാണ് എൻ്റെ മോൻ മലയാളം വായിച്ചു തുടങ്ങിയത്. അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ കണ്ടറിഞ്ഞ ഒരു കാര്യമാണ്. എൻ്റെ മകൻ്റെ മേലെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയ മൊമെൻ്റാണത്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അവനെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മലയാളം ഒട്ടും അറിയാത്ത ഒരു കുട്ടി പറക്കി വായിച്ചു തുടങ്ങി ശരിയാക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ സഡൻലി ഹി സ്റ്റാർട്ടഡ് റീഡിങ് മലയാളം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇവിടെ അറിയുന്ന കാര്യമാണ്. അവൻ ആദ്യമായിട്ട് പള്ളിയിൽ ബൈബിള് വായിച്ചപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ആ വീഡിയോ ഉണ്ട്. പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതൻ ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ
കറക്റ്റായിട്ട് അവന് മലയാളം കറക്റ്റായിട്ട് അവന് വായിക്കാൻ മലയാളം അറിയുണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് എൻ്റെ മോൻ മലയാളം വായിച്ചു, വളരെ കറക്റ്റായിട്ട് സ്ഫുടമായിട്ട് നിർത്തി ആദ്യത്തെ അവൻ്റെ വായന കേൾക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈഫ് എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ. വളരെ ഭംഗിയായിട്ട് വളരെ നിർത്തി വളരെ സ്ഫുടമായിട്ട് അവൻ മലയാളം വായിച്ച് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്താ കാരണം വെച്ചാൽ മലയാളം കറക്റ്റായിട്ട് വായിക്കാനും എഴുതാനും അറിയാത്ത ആൾ ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ വായിക്കണം എന്നുള്ളത് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. അന്ന് മുതൽ മരിക്കുന്ന നിമിഷം വരെ എൻ്റെ കുട്ടി ബൈബിൾ വായിക്കാതിരുന്നിട്ടില്ല. എപ്പോഴും അവൻ ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ വായിച്ചിട്ടാണ് അമ്മ എൻ്റെ മലയാളം ശരിയായത്. ആ ഹോളി കമ്മ്യൂണിയൻ മുതൽ എൻ്റെ കുട്ടി കുർബാന മുടങ്ങിയിട്ടില്ല. കാലൊടിഞ്ഞിട്ടിരുന്ന ആ ഒരാഴ്ച എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ എന്നെ രാവിലെ കൊണ്ടാക്ക്. ഞാൻ പറഞ്ഞു, നിനക്ക് പാൻറ് ഇടാൻ ബുദ്ധിമുട്ടാവും മോനെ, എങ്ങനെയാണ് നീ ഈ കാല് വെച്ചിട്ട് ഓൾട്ടറിൽ നിൽക്കുക? അൾത്താരയിൽ നിൽക്കാനുള്ള ആഗ്രഹം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനോട് അവനൊരു ആവേശമായിരുന്നു. ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞ് ഓൾട്ടർ ബോയ്സിന് സെലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല വിടാനായിട്ട്. കാരണം അത്ര വേഗമൊന്നും പോകണ്ട എന്നുള്ള ഒരു ഇത് ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അവൻ സ്വയം അച്ഛനെ പോയി കണ്ട്, അവൻ സ്വയമാണ് ആ മീറ്റിങ്ങിന് പോയി അവൻ അതിന് ചേർന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കാര്യങ്ങൾക്കൊന്നും വരില്ല കേട്ടാ, നീ എന്തെങ്കിലും അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മ വരില്ല കേട്ടാ, എന്നും കുർബാനയ്ക്ക് പോകേണ്ടി വരും, കുറേ കാര്യങ്ങളുണ്ട്. എനിക്കായിരുന്നു മടി മുഴുവനും, പക്ഷെ എൻ്റെ മോൻ അത് മുഴുവനും ആവേശമായിരുന്നു. പോയി അവന് എല്ലാ കുർബാനയ്ക്കും അവന് കൂടണം. ഇവിടുന്ന് ശനി ഞായറും ഒഴിവുണ്ടെങ്കിൽ അവൻ ഫുൾ കുർബാന, ഏത് മരിച്ചൊരു കുർബാന ആയാലും എന്ത് സ്പെഷ്യൽ കുർബാന ഉണ്ടെങ്കിലും അതിനൊക്കെ അവൻ മുൻകൈ എടുത്ത് പോയിരുന്നു. എല്ലാ കുർബാനയ്ക്കും അവന് കൂടണം, ഒന്നിനും അവന് കൂടാണ്ടിരിക്കാൻ പാടില്ല, എല്ലാ പരിപാടിക്കും പോകണം. പക്ഷെ അമ്മ പറയും, നീ പോകണ്ടടാ, നീ ഒറ്റയ്ക്കല്ല, എത്ര വരുമ്പോൾ രാത്രിയാവില്ല. പക്ഷെ അതൊന്നും അവന് പ്രശ്നമില്ല. അവന് വൈറ്റ് ഡ്രസ്സും ബ്ലാക്ക് പാൻറ്റും ഇട്ടിട്ട് അവരെ ആ ടാഗ് ഇട്ടിട്ട് പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്നും എൻ്റെ മോൻ കുർബാനയ്ക്ക് പോവായിരുന്നു. എൻ്റെ മോൻ മരിക്കുമ്പോഴും ആ ഹോളി കമ്മ്യൂണിയൻ്റെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ വേറെ വൈറ്റ് ഷർട്ടും പാൻറ്റും വാങ്ങിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ആ ബെൽറ്റും ആ വൈറ്റ് ഷർട്ടും ഇതും എൻ്റെ കുട്ടി ഊരാൻ കൂട്ടാക്കിയിട്ടില്ല. ഓൾട്ടർ ഇവിടുന്ന് നേരത്തെ 5:30 എന്നേക്കാൾ മുമ്പ് അവൻ എണീക്കുമായിരുന്നു. 5:30 എണീറ്റിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി പോകാനുള്ള ഇത് കാണുമ്പോൾ ഞാൻ തലയെ കൂടെ പുതപ്പിടും. വാതിൽ തുറക്കാൻ എന്നെ വിളിച്ചാൽ എൻ്റെ അത്രയും ഉറക്കം പോയില്ലേ. 6 o'clock ആകുമ്പോൾ എണീറ്റാലേ എനിക്ക് ജോലിയൊക്കെ ചെയ്തിട്ട് 8 o'clock 8:30 ആകുമ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 10 minutes കൂടി ഉറങ്ങാനുള്ള സുഖമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എൻ്റെ മോൻ തനിയെ എണീറ്റ് പല്ല് തേച്ച് കുളിച്ച് ഡ്രസ്സിട്ട് വാതിൽ തുറന്ന് അമ്മാമ്മയുടെ അടുത്ത് വിളിച്ചിട്ട് പറയും, കുറ്റിയിട്ടോ അമ്മ 10 മിനിറ്റും കൂടി ഉറങ്ങിക്കോട്ടെ, അമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ. എന്നും പോവുമായിരുന്നു. സൺഡേ എൻ്റെ മോൻ 1 മാസമല്ല പോവാറ്. സ്പെഷ്യൽ മാസസ് ഉണ്ടോയെന്ന് ഇങ്ങനെ ഗ്രൂപ്പിൽ വരുന്നത് നോക്കും. എല്ലാ മാസത്തിനും പോകാൻ ഇഷ്ടമായിരുന്നു. ഞാൻ നീ എന്താ നിനക്ക് ഈ കുർബാന കാണുമ്പോൾ ഇത്ര ആവേശം? അമ്മ, എനിക്ക് ഓൾട്ടർ അറേഞ്ച് ചെയ്യാൻ ഇഷ്ടമാണ്, കുർബാനയിൽ കൂടെ എനിക്ക് കിട്ടുന്നത് എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവാണ്ടാണ് എന്ന് അവൻ പറയും. കുറേ അവൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് ഞാൻ ഷൈവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പേടിയാവണം ഇവനിങ്ങനെ പ്രാർത്ഥിക്കണ കണ്ടിട്ട്, ഇവൻ്റെ പ്രാർത്ഥന കാരണം ഇവൻ നമ്മളിൽ നിന്ന് പോവുമോ എന്ന് ഞാൻ ചോദിച്ചു. വിശ്വസിക്കുമോയെന്നറിയില്ല, ഷൈവിൻ ചേട്ടൻ ഒരു ദിവസം ഇവിടെ അവനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നിർത്തിക്കോ നിൻ്റെ പ്രാർത്ഥന കാണുമ്പോൾ അമ്മയ്ക്ക് പേടിയാവണു, ഇത്ര പ്രാർത്ഥിക്കണ ഒരു കുട്ടീനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ സാധാരണ കുട്ടി കുറുമ്പ് കാണിച്ച് നടക്കുന്ന കുട്ടികളെ മതി ഞങ്ങൾക്ക്, ഇങ്ങനെ പ്രാർത്ഥിക്കണ ഒരു മോനെ വേണ്ടാന്ന് ഞങ്ങൾ രണ്ടാളും പറഞ്ഞു. അവൻ പറഞ്ഞു, അമ്മ എനിക്ക് അച്ഛനാവണം, എനിക്ക് വൈദികനാവണം, എനിക്ക് ഓൾട്ടറിൽ നിൽക്കണം. ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ ഇവിടെ പൂട്ടിയിടും എന്നല്ലാതെ ഞാൻ നിന്നെ അച്ഛനാവാൻ വിടില്ല. എന്താ അമ്മ എങ്ങനെ പറയണേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ മോനെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് പൊസസീവ്നെസ്സും ഇഷ്ടവും. ഞാൻ എൻ്റെ 2ാമത്തെ മോനെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചേട്ടനില്ലാതെ ഓരോ ദിവസവും ഉറങ്ങാൻ പറ്റാതെ ഞാൻ കഴിക്കുന്ന ഗുളികയിൽ നിന്ന് ഒരു ചെറിയ കഷണം പൊട്ടിച്ച് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു കുഞ്ഞു മോനുണ്ട് ഇവിടെ. ചേട്ടനാണ് അവനെ കുളിപ്പിക്കാറ്, ഭക്ഷണം വാരി കൊടുക്കാറ്, പഠിപ്പിക്കാറ്, ഡ്രസ്സ് ഇട്ട് കൊടുക്കാറ്. അമ്മയെന്ന് തന്നെ അവൻ വെറുതെ വിളിക്കുകയായിരുന്നു ഇത്ര നാൾ. ഇനി മുതൽ ഞാൻ അവൻ അമ്മയാവണം. ഇത്ര നാൾ അവൻ എല്ലാം ചേട്ടനായിരുന്നു. ഞാൻ ആ കുട്ടിയെ നോക്കിയിട്ട് പോലുമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു സമയം തൊട്ട് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു,
ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടിയാണ്. മറ്റു കുട്ടികളിൽ നിന്ന് കുറേ കാര്യങ്ങളിൽ വ്യത്യസ്തത ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോൺഫിഡൻ്റ്ലി, അറിയണതായാലും അറിയില്ലെങ്കിലും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അത് ഏറ്റെടുക്കും, അത് ചെയ്യാൻ റെഡിയാണ്. ഭയങ്കര മെച്യൂർഡായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും പറയണം എന്ന് പറയോ അല്ലെങ്കിൽ കവിതകളോ അങ്ങനെയൊക്കെ പറയാനും എഴുതാനും ഒക്കെ അവൻ റെഡിയായിരുന്നു. ബണ്ണി ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അവൻ്റെ ആ ചിരിച്ച ഫേസാണ് ഇങ്ങനെ ഓർമ്മ വരണത്. എപ്പോഴും എപ്പോൾ കാണുമ്പോഴും ഇങ്ങനെ ചിരിച്ച്, അവസാനം ഞാൻ കാണുമ്പോഴും അതെ, ലാസ്റ്റ് ആഷ് മണ്ടയുടെ അന്ന് കാണുമ്പോൾ അന്ന് ഇങ്ങനെ ചിരിച്ച് മുടി ഇങ്ങനെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ നടന്നു പോണ, അതാണ് പെട്ടെന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ ഓർമ്മ വരണത്. പിന്നെ എൻ്റെ കുട്ടീനെ ഇങ്ങനെ എടുത്ത് കിടത്തി ആ ഒരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഇഷ്ടം. അവിടെയൊക്കെ പോയി ആരുടെയൊക്കെ വീട്ടിൽ കടയിൽ പോകണോ ചേച്ചിയെ, വയ്യാണ്ട് അവിടെ ഒരു ചേട്ടനുണ്ട്, അവിടെ പോയി ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് കടയിൽ പോകണോ, ഇവിടെ നിന്നിട്ട് അടുത്ത വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കും, ഉണ്ണി കരയുണ്ടല്ലോ ഞാൻ വരണോ നോക്കാൻ. മറ്റുള്ളവരെ സഹായിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള ഇത് കണ്ടിട്ട് ഞാൻ എൻ്റെ പൊസസീവ്നെസ് കൊണ്ട് ഞാൻ അവനെ കുറേ ഒതുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, അമ്മ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ സഹായിക്കണം, എൻ്റെ ഇഷ്ടം അതാണെന്ന് അവൻ പറയുന്ന ഓരോ മൊമെൻറ്റിലും എനിക്ക് പേടിയുണ്ടായിരുന്നു. എൻ്റെ പേടി മുഴുവനും അവൻ വലുതായിട്ട് അച്ഛനാവാൻ പോകുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ തീരുമാനം വേറെ ആയിരുന്നു എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. സ്പിരിച്വലി എൻ്റെ കുട്ടി ഒരുപാട് ഒരുങ്ങിയിട്ടുണ്ട്. ഒരുങ്ങാന്ന് പറഞ്ഞാൽ രാവിലെ മാർച്ച് 2-ാം തീയതി രാവിലെ എൻ്റെ മോൻ പള്ളിയിൽ പോയി, കുർബാന കഴിഞ്ഞു, കുമ്പസരിച്ച് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്നു. എല്ലാ കാര്യങ്ങളും, നായയ്ക്ക് ചോറ് കൊടുക്കാനുള്ളത് കൊടുത്ത് നായയെ പൂട്ടി കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് അവൻ്റെ ഡ്രസ്സ് എടുത്ത് വെച്ച് അവൻ്റെ ബാഗ് ഒതുക്കി വെച്ച് ചെറിയ മോനെ ഒരുക്കി എല്ലാം ചെയ്തിട്ടാണ് അവൻ പോയത്. ഈവനിങ് വരുമ്പോൾ എനിക്ക് വയ്യ, ഭയങ്കര തലവേദനയായിരുന്നു. ഞാൻ കിടക്കുകയാണ് അവിടെ, അമ്മയ്ക്ക് നല്ല തലവേദനയാണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ കുരിശിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ അമ്മേ, രാവിലെ പോയതല്ലേ ബണ്ണി കുർബാനയ്ക്ക്, എനിക്ക് ഇനിയും പോകണോ ചോദിച്ചപ്പോഴേക്കും കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. അമ്മേ ഞാൻ പോയിക്കോട്ടെ അമ്മേ. അപ്പം ഞാൻ പറഞ്ഞു, നീ പോയിട്ട് വേഗം വരുമോ, ഞാൻ വരണ വരെ അമ്മ കിടന്നോ. അപ്പം ചെറിയ മോൻ കരഞ്ഞിട്ട് ചോദിച്ചു, എന്നെ കൊണ്ടുപോവോ. അപ്പം അവൻ പറഞ്ഞു, ഇന്നല്ല നാളെ നിങ്ങളെ എല്ലാവരെയും ഞാൻ പള്ളിയിൽ കൊണ്ടുപോവാന്ന്. എൻ്റെ മോനെ അപ്പോൾ ഉദ്ദേശിച്ചത് എന്താ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ പിറ്റേ ദിവസം ആ സമയത്ത് ഞങ്ങളെല്ലാവരെയും അവൻ പള്ളിയിൽ കൊണ്ടുപോയി. ഇൻസിഡൻറ്റ് നടക്കാനായിട്ടും അന്ന് വൈഫിനെ വിളിച്ചിട്ട് ഒരു 3-3:45 വൈഫിനെ വിളിച്ചിട്ട് അപ്പോൾ പറഞ്ഞു, അങ്ങനെ വൈഫിനോട് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ മുതലാളി വന്നില്ല. ഞാൻ അവനെ മുതലാളി എന്നാണ് വിളിച്ചത് അന്ന്. മുതലാളി വന്നില്ല വെച്ചു. ആ വൈഫ് പറഞ്ഞു, മുതലാളി വന്നില്ല, മുതലാളി വരുമ്പോൾ ഒരു 4-4:30 ആവും എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ഫോൺ അങ്ങനെ വെച്ചതാണ്. പിന്നെയാണ് നമ്മൾ ഈ ഇൻസിഡൻറ്റ് കേൾക്കുന്നതും നമ്മളിങ്ങനെ ഇതിൽ ഞാനങ്ങനെ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് ഞാൻ എങ്ങനെയാണ് ആ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിയെന്നുള്ളത് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ പ്രിയപ്പെട്ട കുട്ടിയുടെ വേർപാട് തീർച്ചയായിട്ടും ഞങ്ങളെ വളരെ അധികമായിട്ട് ദുഃഖത്തിലാഴ്ത്തുകയും ആ കുട്ടിയുടെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ ചെറിയ പ്രായത്തിൽ നിഷ്കളങ്ക മനോഭാവത്തോടു കൂടി ആണ് കുട്ടി നിത്യതയിലേക്ക് യാത്രയായത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ ഈ കുട്ടി സുരക്ഷിതനാണ് എന്നുള്ളത്. തൻ്റെ സഹപാഠികളോടൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ കുട്ടി ക്രമീകരിച്ചിരുന്നത്. ജീവിതത്തെക്കുറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഈ കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോഴൊക്കെ മാതാപിതാക്കളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളർന്നു വലുതാകുമ്പോൾ വലിയ ഒരു ഭാവി ഈ കുട്ടിക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചതിന് ശേഷം വളരെ ആക്റ്റീവായിട്ട്
ഓൾട്ടർ ബോയ് ആയിട്ട് സങ്കീർത്തിയിലും ബലിവേദിയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മോനെ എനിക്ക് കാണാൻ സാധിച്ചു. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മിക്കവാറും ദൈവവിളിയൊക്കെ കിട്ടി തൻ്റെതായ മേഖലകൾ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകുമെന്ന്. അവന് ഉത്സാഹമായിരുന്നു. അവസാനം മരണത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പും ദൈവികമായ മേഖലകളൊക്കെ ക്രമീകരിച്ച്, കുരിശിൻ്റെ വഴിയൊക്കെ ക്രമീകരിച്ച് അവൻ നമ്മളിൽ നിന്നും യാത്രയായി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പള്ളിയിലെ കുർബാന, പ്രാർത്ഥന, വിശുദ്ധ കുർബാനയ്ക്ക് കൂടാനുള്ള ആ ഒരു തീഷ്ണത, അതിരാവിലെ എഴുന്നേൽക്കാനും ഏറ്റവും ആദ്യം പള്ളിയിലും തളിയക്കുളത്തിലൊക്കെ എത്താനുള്ള ആ ഒരു ജ്വരയാണ് ആ കുട്ടിയിൽ കണ്ടത്. അപ്പോൾ ഇതാണ് എനിക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈ കുട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം ജൂൺ മാസം ഞാൻ നാട്ടിലെ ലീവിന് പോയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. അവൻ ആദ്യമായി അൾത്താരയിൽ കയറി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു അവൻ. അന്ന് കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് അവൻ സ്വന്തമായി അവൻ്റെ വെള്ള ഉടുപ്പും വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റും എടുത്ത് തേച്ചെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ഒത്തിരി മനസ്സിനെയും അവൻ എടുത്തിരുന്നു. ഒത്തിരി തയ്യാറെടുപ്പുകളോട് കൂടിയായിരുന്നു അവൻ അന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോയത്. ഇന്ന് ഞാനത് ഓർക്കുമ്പോൾ ഞാൻ ഒത്തിരി ഭാഗ്യപ്പെട്ടവളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളുടെ മോൻ ഈശോയ്ക്ക് ഒത്തിരി സ്നേഹപ്പെട്ടവനായി മാറിയതിന് ശേഷം ഞാൻ ഇന്ന് അവനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്കറിയാം, കർത്താവ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവനെ ഒരുക്കുകയായിരുന്നു. ഈശോയ്ക്ക് അറിയായിരുന്നു അവനെ ഈ 11 വർഷമേ ഈ ലോകത്തിലുള്ളൂ എന്ന്. അവൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പരിശുദ്ധ കുർബാനകളിൽ സംബന്ധിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി കുറച്ചു കാലമെങ്കിലും വേല ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് പ്രിയപ്പെട്ട ഒരു മകനായി മാറണമെന്ന് ഈശോ ഒത്തിരി അധികം ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് അറിയാം. അവൻ ബാപ്റ്റിസം സ്വീകരിച്ച, അവൻ മാമോദിസ സ്വീകരിച്ച ആ തളിയക്കുളത്തിൽ തന്നെയാണ് ഞങ്ങളുടെ ബണ്ണിമോൻ തിരിച്ച് ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ കാരണമായത്. ഈശോ ഒത്തിരി സ്നേഹത്തോടു കൂടി, ഒത്തിരി വാത്സല്യത്തോടു കൂടി അവനെ ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു വിളിച്ചു. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ആരും നമ്മളിൽ നിന്ന് ദൂരെ ആയിരിക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈശോയ്ക്ക് പ്രിയപ്പെട്ട ആ മകനെ ഈ ലോകത്തിലെ പാപങ്ങളിൽ ഒന്നും ചെന്ന് പെടാതെ ഈശോയുടെ ഹൃദയത്തിലേക്ക് അടുത്തിരിക്കുവാനായിട്ട്, ഈശോയുടെ മടിയിലിരിക്കുവാനായിട്ട് ഈശോ അവനെ കൊണ്ടുപോയത്. ഹർഷനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുക, നല്ല ഒരു അൾത്താര ബാലൻ. നല്ലൊരു അൾത്താര ബാലെന്ന് പറയുമ്പോൾ ദേവാലയത്തിലുള്ള ആ ശുശ്രൂഷയ്ക്കുള്ള പെരുമാറ്റം, അതോടൊപ്പം തന്നെ വായന, അതോടൊപ്പം തന്നെ മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഇടപഴകൽ, അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഒരു അൾത്താര ബാലനായിരുന്നു. പെട്ടെന്നാണ് ഇപ്രകാരം സംഭവിച്ചത്. അത് എങ്ങനെയാണെന്നോ എന്താണെന്നോ ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നമ്മളൊന്ന് വിചാരിക്കുന്നു, ദൈവം മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരിക, നമ്മൾ അൾത്താരയിൽ അർപ്പിക്കുന്ന പുഷ്പം, അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാഴ്ചവസ്തുക്കൾ, അത് ഏറ്റവും നല്ല കാഴ്ചവസ്തുവാണ് നമ്മൾ അർപ്പിക്കുക. ഈ തീർത്ഥകേന്ദ്രത്തിൽ മനോഹരമായ പൂന്തോട്ടമുണ്ട്. അപ്പോൾ ആ പൂന്തോട്ടത്തിന് ഏറ്റവും നല്ല പുഷ്പത്തെയാണ് നമ്മൾ അൾത്താരയിൽ വയ്ക്കുക. ഞാൻ അതാണ് ചിന്തിക്കുക. ദൈവത്തിന് ഹർഷനെ ആവശ്യമുണ്ട്. നമ്മൾ ഓശാന ആഘോഷിച്ചു കഴിഞ്ഞുള്ളൂ. ഈശോ ഓശാന ആഘോഷിക്കാനായിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവരോട് പറയുക, നിങ്ങളൊരു കഴുതയെയും കഴുതുക്കുട്ടിയെയും കാണും, അതിനെ പിടിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുക. കർത്താവിന് ആവശ്യമുണ്ട്. അപ്പോൾ ഹർഷനെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മൾ അതിലേക്കാണ് കടന്നു വരിക. ഒപ്പം തന്നെ ഹർഷൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകളുണ്ട്. ഒരു അൾത്താര ബാലനായിരിക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും
അൾത്താരവാരനായിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ സാധിക്കും ജീവിക്കാൻ? അതുപോലെ ജീവിക്കുക. മറ്റുള്ള കുട്ടികളുമായിട്ട് നന്നായിട്ട് ഇടപഴകുക. നമുക്ക് സ്വീകരിച്ചിരിക്കുന്ന ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. ഒപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു മാതൃകയാവുക. ഈ ഗുണങ്ങളൊക്കെ ഹർഷൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഹർഷന് നമുക്ക് നൽകാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സമ്മാനം ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ നന്മകൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. അതിൽ സജിച്ചൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. സജിച്ചൻ എന്നോട് ചോദിച്ചു, നീ എന്തിനാ കരയണേ? ഓർഡർ തെറ്റിയതിനാണോ നീ കരയണത്? എല്ലാവർക്കും പോണ്ടേ? അച്ഛൻ പറഞ്ഞ ആ സെൻറ്റൻസിന് ശേഷമാണ് ഞാൻ കരച്ചിൽ നിർത്തിയത്. ഞാനൊരു ഭ്രാന്തിയെ പോലെ കരയായിരുന്നു. ഭ്രാന്തെടുത്ത പോലെയാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, ജോലിക്ക് പോകാൻ പറ്റാതെ ഷൈബിൻ ചേട്ടൻ ഇത്രയും ദിവസം ഇരുന്നിട്ടുണ്ട്. സജിച്ചൻ എൻ്റെ അടുത്ത് ചോദിച്ച സെൻറ്റൻസ്, ഓർഡർ മാറിയതിനാണോ നീ കരയുന്നത്? അവൻ ആദ്യം പോയി, നിൻ്റെ മകൻ സേഫ് സോണിലല്ലേന്ന്. ഇപ്പം എനിക്കറിയാം, എൻ്റെ മോനെ ഈ ലോകത്തിൻ്റെ പാപങ്ങളിലൊന്നും പെടാതെ എൻ്റെ മോൻ സ്വർഗത്തിലെത്തി. എല്ലാവരും ഞാൻ കരയുമ്പോഴൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് മറ്റു കുട്ടികളെ കാണുമ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടാണെന്ന്. എൻ്റെ മോൻ ഇതുപോലെ ഓടി നടക്കണില്ലല്ലോ, കളിക്കണില്ലല്ലോ എന്നൊക്കെ അങ്ങനെയായിരുന്നു എൻ്റെ സങ്കടം എന്നാണ് കുറേ പേരൊക്കെ വിചാരിച്ചിട്ടുള്ളത്. കുട്ടികളെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷേ ബണ്ണി എന്ന് പറയുന്നത് ദൈവം അനുഗ്രഹിച്ച് വിട്ട ഒരു കുട്ടിയായിരുന്നു എന്ന് ഈ നിമിഷം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അവൻ്റെ മരണം മുതൽ ഓരോ കാര്യങ്ങളിലും, അവൻ്റെ ഫ്യൂണറലും അവൻ്റെ അടക്കവും തൊട്ട്, ഞാൻ പള്ളിയിൽ കർദിനാളിനെ കണ്ട ആ നിമിഷം തൊട്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ മോൻ തളിയക്കുളത്തിലേക്ക്, എൻ്റെ മോനെ മാമോദിസ മുക്കിയതാണ് തളിയക്കുളത്തിൽ. അവിടെ വീണ ആരും മരിച്ചിട്ടില്ല എന്ന് ഞാൻ കേട്ടു. അന്ന് രാത്രി ഷൈബിൻ ചേട്ടനും ഞാനും കൂടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ബൈബിള് തുറന്നപ്പോൾ കിട്ടിയത്, കർത്താവ് ജലസഞ്ചയത്തിനു മീതെ സിംഹാസനസ്ഥനായിരിക്കുന്നു. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, എൻ്റെ മോൻ മരിച്ചു പോയതല്ല, എൻ്റെ മോനെ ദൈവം വന്ന് എടുത്തു കൊണ്ടുപോയതാണെന്ന്. അത്രയും ഒരുങ്ങി ദൈവത്തിൻ്റെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചൊരു മോനാണ്. അവനെ ഈ ലോകത്തിൻ്റെ പാപങ്ങളിലൊന്നും പെടാതെ ദൈവം കൊണ്ടുപോയി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എനിക്കവനെ കാണാൻ പറ്റാത്തതിൽ ഒരു സാധാരണ അമ്മ എന്ന നിലയിൽ ഒരുപാട് വിഷമമുണ്ട്. അമ്മയെന്ന് വിളിച്ച് ഓടി വരണില്ല, കെട്ടിപ്പിടിക്കണില്ല, ഉമ്മ വെക്കണില്ല. അതിലൊക്കെ ഞാൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് എൻ്റെ മോൻ ദൈവത്തിൻ്റെ അടുത്താണ്. ഞാൻ പ്രാവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുഴുവനും ഞാൻ കാണുന്നത് മാതാവിനെയാണ്. ഞാൻ നോക്കുന്നതിലും എത്രയോ നന്നായി മാതാവ് എൻ്റെ മോനെ നോക്കുമായിരിക്കും. മാതാവിൻ്റെയും ദൈവത്തിൻ്റെയും ഈശോയുടെയൊക്കെ അടുത്താണ് എൻ്റെ മോൻ എന്നുള്ളതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, എന്നും എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ എവിടെയുണ്ട്, എല്ലാവരോടും പറയും, ഞാനൊരു ദിവസം വൈറലാവും, ഞാനൊരു ദിവസം വൈറലാവും. അപ്പോൾ എല്ലാവരും പറയും, നീ എന്തൊരു തള്ളിസ്റ്റാടാന്ന്. പക്ഷേ എൻ്റെ മോൻ പറഞ്ഞത് ഇന്ന് സത്യമാണ്. എന്നിട്ട് അവൻ എന്നോട് ഷൈബിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വൈറലായി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ ആൾക്കാർ വന്നിട്ട് എന്നെക്കുറിച്ച് ചോദിക്കും. അന്നവൻ ഞങ്ങളോട് പറയാൻ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഐ എം പ്രൗഡ് ഓഫ് യു മൈ സൺ. അമ്മ പറയണതെന്ന്, എൻ്റെ മകനിൽ ദൈവത്തിൻ്റെ അംശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൻ ദൈവത്തിൻ്റെ മകനായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതിൻ്റെ കാരണം അവൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച വാചകമാണത്. അമ്മ പറയണം, ഐ എം പ്രൗഡ് ഓഫ് യു മൈ സൺ. യെസ് ബണ്ണി, ഐ എം പ്രൗഡ് ഓഫ് യു. ഞാനിന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അവനെ പ്രസവിച്ച് 11 വർഷം അവനെ വളർത്താൻ ദൈവം എനിക്ക് അനുഗ്രഹം തന്നു. 11 വർഷം മാത്രമേ ദൈവം എനിക്ക് തന്നുള്ളൂ എന്ന് ആലോചിച്ച് ഞാൻ കരയല്ല. 11 വർഷം ആ കുഞ്ഞിനെ നോക്കി വളർത്താൻ ദൈവം ആഗ്രഹിച്ച പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഒരുപാട് നല്ല കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കാനും എനിക്ക് ഒരുപാട് ലെസണും പറഞ്ഞു തന്നിട്ടാണ് എൻ്റെ മോൻ പോയത്. എൻ്റെ മോൻ ദൈവത്തിൻ്റെ അടുത്താണ്. എൻ്റെ മോൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. എൻ്റെ മകനെ ദൈവം എടുത്തു കൊണ്ടുപോയി. ഞാൻ നോക്കുന്നതിലും എത്രയോ മനോഹരമായി, ഈ ലോകത്തിൽ അവൻ ആഗ്രഹിച്ച സുഖങ്ങളെക്കാൾ എത്രയോ വലിയ സുഖത്തിലാണ് എൻ്റെ മകൻ എന്ന് ആലോചിച്ച് ഞാൻ റിയലി പ്രൗഡ് ഓഫ് യു ബണ്ണി. ഞങ്ങൾക്ക് അവൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറയാൻ ഒരുപാട് അഭിമാനമുണ്ട്. പക്ഷെ ദൈവം എനിക്ക് എന്താ പറയുക, നല്ലൊരു മകനെ വളർത്താൻ വേണ്ടി തന്നു. ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്,
നമുക്ക് മക്കളെ തരുന്നത് ദൈവം വളർത്താനാണ്. വളർത്തി വലുതാക്കി ദൈവം പറയുമ്പോൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കുക. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. ആരും ഈ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിനോടുകൂടെയായിട്ട് വന്നിട്ടുള്ളത്. ദൈവം എപ്പോൾ വിളിക്കുമെന്ന് അറിയാൻ പറ്റില്ല. എൻ്റെ മോൻ 11 വർഷം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. 11 വയസ്സായപ്പോൾ ദൈവം തന്നെ തിരികെ അവനെ കൊണ്ടുപോയി. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മൾ സ്പർശിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ദൈവം അവനെ നമുക്ക് നോക്കാൻ തന്നതാണ്. ആ സമയമായപ്പോൾ ദൈവം അവനെ തിരിച്ചു വിളിച്ചു. ദൈവത്തിൻ്റെ കൂടെ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ, ദൈവത്തിൻ്റെ തൊട്ടടുത്ത് എൻ്റെ മകനിരിക്കുന്നുണ്ട്. അത് മതി എനിക്ക്.